പാരമ്പര്യ ശത്രുക്കളായ അമേരിക്കയും ചൈനയും വീണ്ടും വാർത്തകളിൽ നിറയുന്നു. US കമ്പനികൾക്ക് ചൈന ഉപരോധം ഏർപ്പെടുത്തിയതാണ് വാർത്ത. 13 US ആയുധ കമ്പനികൾക്കാണ് ചൈനയുടെ ഉപരോധം. തായ്വാന് ആയുധം നൽകാനുള്ള തീരുമാനമാണ് ചൈനയെ ചൊടിപ്പിച്ചതെന്നാണ് ബ്ലൂംബെർഗ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഉപരോധിച്ചവയിൽ ഭൂരിഭാഗവും ഡ്രോൺ നിർമ്മാണ രംഗത്തെ മുൻനിര കമ്പനികളാണ്. ചൈനീസ് വിദേശകാര്യ മന്ത്രാലയമാണ് ഉപരോധം പ്രഖ്യാപിച്ചത്. തായ്വാനുമായുള്ള $385 മില്യൺ ആയുധ കരാറിന് കഴിഞ്ഞ ദിവസം US ഭരണകൂടം അംഗീകാരം നൽകിയിരുന്നു. ആയുധ സ്പെയർ പാർട്സുകൾ, F-16 ജെറ്റുകൾക്ക് വേണ്ട സാധന സാമഗ്രികൾ, റഡാർ സംവിധാനങ്ങൾ എന്നിവ നൽകാനാണ് കരാർ. USന്റെ നടപടിയിൽ ചൈന ശക്തമായ എതിർപ്പ് അറിയിക്കുകയും ചെയ്തിരുന്നു. ചൈനയുടെ പരമാധികാരത്തിനും പ്രാദേശിക അഖണ്ഡതയ്ക്കും ഭീഷണിയാകുന്നതാണ് USന്റെ നീക്കമെന്നാണ് ചൈന തുറന്നടിച്ചത്. മേഖലയിലെ US നിയന്ത്രണത്തിലുള്ള ഗുവാമിൽ തായ്വാൻ പ്രസിഡന്റ് യാങ് ചിങ്-ടെ സന്ദർശനം നടത്തിയിരുന്നു. മാത്രമല്ല അദ്ദേഹം US അധികൃതരുമായി അവിടെ കൂടിക്കാഴ്ചയും നടത്തി. ഇതും ചൈനയെ പ്രകോപിപ്പിച്ചിട്ടുണ്ട്. ചൈന എതിർപ്പ് പരസ്യമായി പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. തായ്വാനെ തങ്ങൾക്ക് കീഴിലുള്ള ദ്വീപായിട്ടാണ് ചൈന കണക്കാക്കുന്നത്. തായ്വാന്റെ പരമാധികാരത്തെ ചൈന അംഗീകരിച്ചിട്ടേയില്ല. പ്രസിഡന്റ് ലായ് ചിങ്ങിനെ അപകടകാരികളായ വിഘടനവാദികളുടെ പട്ടികയിലും ചൈന ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വിദേശ രാജ്യങ്ങൾ തായ്വാനിലെ നേതാക്കളുമായി നയതന്ത്ര ഇടപാട് തുടരുന്നതിനെ ചൈന ശക്തമായി എതിർക്കുകയും ചെയ്യുന്നുണ്ട്. ഇവരുടെ വിദേശ സന്ദർശനവും അനുവദിക്കരുതെന്നാണ് ചൈന ആവശ്യപ്പെട്ടിട്ടുള്ളത്. ലായ് ചിങ് ഗുവാമിലെത്തിയതിനു പിന്നാലെയാണ് 13 US ആയുധ കമ്പനികൾക്ക് ചൈന ഉപരോധം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ടെഡേ ലൈൻ ബ്രൗൺ എഞ്ചിനീയറിംഗ്, ബ്രിൻസ് ഡ്രോൺസ്, ഷീൽഡ് A എന്നിവയാണ് ഡ്രോൺ നിർമ്മാണ രംഗത്തുള്ള ഉപരോധം ഏർപ്പെടുത്തിയിട്ടുള്ള കമ്പനികൾ. റാപ്പിഡ് ഫ്ലൈറ്റ് LLC, റെഡ് 6 സൊല്യൂഷൻസ്, സിനെക്സസ്, ഫയർസ്റ്റോം ലാബ്സ്, ക്രാറ്റോസ് അൺമാൻഡ് ഏരിയൽ സിസ്റ്റംസ്, ആവോക് AI, നെറോസ് ടെക്നോളജീസ്, സൈബർലെക്സ് കോർപ്പറേഷൻ, ഡെമോ ടാക്ടിക്കൽ കമ്മ്യൂണിക്കേഷൻസ് ഗ്രൂപ്പ് W എന്നിവയാണ് ഉപരോധ പട്ടികയിലുള്ള മറ്റ് കമ്പനികൾ. ഇതിനു പുറമെ മറ്റ് 6 കമ്പനികളുടെ എക്സിക്യൂട്ടീവുകളുടെ സ്വത്തുകൾ കണ്ടുകെട്ടണമെന്നും ചൈന അറിയിച്ചിട്ടുണ്ട്. തേദിയോൺ, BAE സിസ്റ്റംസ്, യുണൈറ്റഡ് ടെക്നോളജീസ് എന്നീ കമ്പനികളുടെ മുതിർന്ന ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടിയുണ്ടാകും. ഇവർക്ക് ചൈനയിലേക്ക് വിലക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട്.